ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അസീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല എന്നൊരാൾ 100 വട്ടം ചൊല്ലിയാൽ ഏത് മുസീബത്തും അല്ലാഹു ദായിമാക്കിയ ആൾക്ക് അല്ലാഹു നീക്കി കൊടുക്കും. ലം തുസിബുഹു അവൻ എത്തുകയില്ല ഫാഖത്തുൻ ദാരിദ്ര്യം അബദൻ ഒരു കാലത്തും. ദിവസം എന്ത് ചെയ്യാ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അസീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അസീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലിട്ട് അടുപ്പത്തിൽ ഭക്ഷണം വെക്കുമ്പോഴൊക്കെ ഉമ്മാമാര് പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മളറിയാതെ എന്തെങ്കിലും വല്ല വിഷവും അതിൽ കയറിയിട്ടുണ്ടെങ്കിൽ അത് പോയിക്കോട്ടെ. ഞാൻ കേട്ടിട്ടുണ്ട്. ബിസ്മില്ലി മധുരം കഴിക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ ബിസ്മില്ലി കഴിച്ചാൽ മതി. നമ്മളതിനെ കളിയാക്കണ്ട. ഒരിക്കൽ ഷുഗറാണേനും. രോഗത്തിന് മുഴുവൻ അടിസ്ഥാനം എന്താ? ആരോഗ്യത്തിന് അടിസ്ഥാനം എന്താ? ഹിമ്മത്ത്. മഹ്ശറിനെ വിശദീകരിക്കുന്നിടത്തെല്ലാം ഈ ഹദീസ് കാണാം. മഹ്ശറിന്റെ ഭയാനകത പറയുന്നിടത്ത് അള്ളാന്റെ ഹബീബ് അവസാനിപ്പിക്കുന്ന ഒരു വാക്കാണ് എന്ത്? അക്സിറു. അത് നിങ്ങൾ ദുനിയാവിൽ പെരുപ്പിച്ചാളി. മഹ്ശറിൽ അങ്ങനെ ഉണ്ടാവും, ബുദ്ധിമുട്ടുണ്ടാവും. എങ്കിൽ അപ്പോഴത്തെ നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ പെരുപ്പിച്ചോളി. ഏത് വാക്ക്? യാദൽ ജലാലി വൽ ഇക്റാം. ലമ്മാ നസലത് അൻ ജാബിർ ഇബ്നു അബ്ദില്ലാഹ്, ജാബിർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു തൊട്ട് ലമ്മാ നസലത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആയത്തിറങ്ങിയപ്പോൾ ഹറബൽ ഗൈമു ഇലൽ മശ്രിഖി വസകനത്തിൽ റിയഹു വഹാജൽ ബഹ്റു വഅസ്ഗത്തിൽ ബഹായിമു ബിഅദാനിഹാ വറുജിമത്തി ശയാത്തീൻ മിനസ് സമാ وحلف الله بعزته وجلاله ألا يسمى على شيء إلا بارك فيه. يا الله പടച്ചോനെ, എൻ്റെ ഇൽമ ഈ പറയുന്നത്. ജാബിർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു, സ്വഹാബിയായ സയ്യിദുനാ ജാബിർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലമ്മാ നസലത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആയത്തിറങ്ങിയപ്പോൾ ഹറബൽ ഗൈമു ഇലൽ മശ്രിഖി, മേഘം കിഴക്കോട്ട് പോയി. പിന്നെ വസക്കനത്ത് റിയഹു, കാറ്റടങ്ങി. വഅസ്ഗത്തിൽ ബഹായിമു ബിഅദാനിഹാ, മൃഗങ്ങളെല്ലാം ചെവി കൂർപ്പിച്ചു നിന്നു. വറുജിമത്തി ശയാത്തീൻ മിനസ് സമാഇ, ആകാശത്ത് നിന്ന് പിശാചിന് ഏറുകിട്ടി. വഹലഫല്ലാഹ്, അല്ലാഹു സത്യം ചെയ്യുകയും ചെയ്തു. എന്തറിഞ്ഞ നേരത്ത്? ബിസ്മില്ലാ ബിഇസ്സതിഹി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇറങ്ങിയപ്പോൾ അല്ലാഹു തആല സത്യം ചെയ്തു. ഈ ഒരു പ്രത്യേക ഒരു അവസ്ഥ വിശേഷം ഭൂമിയിലുണ്ടായി. കാറ്റൊക്കെ അടങ്ങി. മനസ്സിലായില്ലേ? കാറ്റടങ്ങി. കടലെല്ലാം പ്രത്യേകമായി പ്രകമ്പനം കൊണ്ടു. തിരമാലകൾക്കൊരു പ്രത്യേക പ്രകമ്പനമുണ്ടായി. മൃഗങ്ങൾ അതിന്റെ ചെവി കൂർപ്പിച്ചു നിന്നു. മേഘം നീങ്ങി. ഈ ഒരു സന്ദർഭത്തിൽ അല്ലാഹു തആല സത്യം ചെയ്തു. എന്ത്? ബിഇസ്സതിഹി വജലാലിഹി, ബിഇസ്സതി വബിജലാലി. എന്റെ ഇസ്സത്താണ് സത്യം, എന്റെ ജലാലാണ് സത്യം. അല്ലാഹുവിന്റെ ഇസ്സത്ത് ജലാൽ എന്ന് പറഞ്ഞാൽ വലിയതാ. ഇസ്സത്ത് ജലാൽ അടങ്ങിയ വാക്കാണ് യാദൽ ജലാലി. ഏത് കൂട്ടത്തിൽ ഞാൻ പറഞ്ഞുതരാം, ഇനി ഞാൻ മറന്നു പോകും എന്നതുകൊണ്ട് പറയാം. ഏത് പേടിയുള്ളിടത്തും നിങ്ങൾ എന്ത് ചെല്ലുക? യാദൽ ജലാലുൽ ഇക്റാം, യാദൽ ജലാലുൽ ഇക്റാം. മഹ്ശറിലേക്ക് അഡ്വാൻസായി ചെയ്തു വെക്കുക. എന്ത്? മഹ്ശറിൽ കുടുങ്ങാതിരിക്കാൻ, പേടി വരാതിരിക്കാൻ ദുനിയാവിൽ ദിവസം ചെയ്യുക. എന്ത്? ഹബീബ റസൂൽ പലതിനും എണ്ണം പറഞ്ഞിട്ട് എണ്ണം പറയാത്തൊരു ഇസ്മാണ് അക്സിറു, യാദൽ ജലാലി. മഹ്ശറിനെ വിശദീകരിക്കുന്നിടത്തെല്ലാം ഈ ഹദീസ് കാണാം. മഹ്ശറിന്റെ ഭയാനകത പറയുന്നിടത്ത് അള്ളാന്റെ ഹബീബ് അവസാനിപ്പിക്കുന്ന ഒരു വാക്കാണ് എന്ത്? അക്സിറു. അത് നിങ്ങൾ ദുനിയാവിൽ പെരുപ്പിച്ചാളി. മഹ്ശറിൽ അങ്ങനെ ഉണ്ടാവും, ബുദ്ധിമുട്ടുണ്ടാവും. എങ്കിൽ അപ്പോഴത്തെ നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ പെരുപ്പിച്ചോളി. ഏത് വാക്ക്? യാദൽ ജലാലി വൽ ഇക്റാം, യാദൽ ജലാലി വൽ ഇക്റാം, യാദൽ ജലാലി വൽ ഇക്റാം എന്ന്. വാഗ അതിർത്തിയിൽ ഹജ്ജിന് നടന്നു പോകുന്ന മനുഷ്യൻ വാഗ അതിർത്തിയിൽ കുടുങ്ങി. ഞാൻ അതിൻ്റെ ശരി തെറ്റല്ല പറയുന്നത്, ഞാൻ ഇത് രാഷ്ട്രീയമല്ല പറയുന്നത്. ഹജ്ജിന് പോകുന്ന ഒരാൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കൽ മുഅ്മിനീങ്ങളുടെ കടമയാണ്. ഈ ആള് എനിക്ക് മാസങ്ങൾ കഴിഞ്ഞ് അവിടെ കുടുങ്ങിയതിന് ശേഷം മാസങ്ങൾ കഴിഞ്ഞ് എന്നെ വിളിച്ചു. ഈ മനുഷ്യൻ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്, നിങ്ങൾ ചോദിച്ചോളൂ. ഞങ്ങൾക്ക് ഇത് പറഞ്ഞു തരുന്നത് എന്തിനാണെങ്കിൽ ഇതൊരു മുജറബത്തായ സംഗതിയാണ്. എന്നെ വിളിച്ചു.
എന്നോട് പറഞ്ഞു, ഉസ്താദേ വാഗതിർത്തി കുടുങ്ങിയിട്ടുണ്ട്, പരിഹാരമുണ്ടാക്കണം. അപ്പോൾ ഞാൻ എൻ്റെ ഉസ്താദിനോട് ചോദിച്ചു, എൻ്റെ ഒരു ഉസ്താദിനോട് ചോദിച്ചു, ഇങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് മനസ്സിലായ ഒരു ഉസ്താദിനോട് ചോദിച്ചു, മലയാളി അല്ലാത്ത ഒരാൾ ഉസ്താദിനോട് ചോദിച്ചു, ഒരു ഷെയ്ഖ് ഉസ്താദിനോട് ചോദിച്ചു, ഞങ്ങളുടെ നാട്ടിൽ നടന്ന് ഹജ്ജിന് പോകുന്ന പണ്ടൊക്കെ കാലത്തൊക്കെ ഉണ്ട്, ഹജ്ജിന് പോകുന്ന ഒരാൾ ഇന്ത്യയുടെ അതിർത്തിയിൽ കുടുങ്ങിയിട്ടുണ്ട്, പുറത്ത് പോകാൻ കഴിയുന്നില്ല, എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ആ ഉസ്താദ് എന്നോട് പറഞ്ഞു, ആ കുട്ടിയോട് ദായിമായി എന്ത് ചെല്ലാൻ പറയൂ, യാദൽ ജലാലി വൽ ഇക്റാം, ഏതുവരെ? കഅബാലയത്തിൻ്റെ കിസ്വയിൽ പിടിക്കുന്നതുവരെ നിങ്ങൾ അന്വേഷിക്കുക. അത് ചൊല്ലിപ്പോവുക ഏതുവരെ? ആ കുട്ടി അത് പ്രവർത്തികമാക്കി. അള്ളാഹു അതിന് ഫള് കൊടുത്തല്ലോ, കഅബാലയത്തിലെത്തിയല്ലോ. എന്നാ പേടിക്കണ്ട. എത്രയോ സ്ഥലത്ത് വേറെയുണ്ട്. ഇപ്പൊ ഏറ്റവും ഭയാനകമായ ഒരു സംഗതിയാണ്, ഇതൊക്കെ സത്യമാണ്. ഈ ആളിന്ന് ജീവിച്ചിരിപ്പില്ലേ? ആ മനുഷ്യനെ കഅബാലയത്തിൽ എത്തിച്ചത് ഈ അമലാണ്. പിന്നെ മുസ്തഫ നബിക്കുള്ള സ്വലാത്തും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് അതത് കണക്കാക്കും ചെയ്യരുത്. യാദൽ ജലാലി വൽ ഇക്റാം, 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 യാദൽ ജലാലി. ഹദ്ദാദിൽ വരെ വേറുള്ള ദിക്റൊക്കെ 3 ആണെങ്കിൽ യാദൽ ജലാലി 7 ആണ്. ശ്രദ്ധിച്ചിട്ടില്ലേ? കണ്ടിട്ടില്ല? അത് നോക്കി നിങ്ങൾ. വേറുള്ളൊക്കെ 3 ആണ്, യാദൽ ജലാലിനോട് എത്തിയാൽ 7 ആണ്. അതൊരു ഉദാഹരണമാണ്. കാരണം യാദൽ ജലാലി വേറുള്ള പോലെയല്ല, ഏത് പ്രശ്നം തീരും. അപ്പൊ അള്ളാഹു അവന്റെ ഇസ്സത്ത് ജലാലത്തുകൊണ്ട് സത്യം ചെയ്യാം. അതുകൊണ്ടാണ് ഈ ജലാൽ അള്ളാഹിന്റെ വളർമത്തരം. അതിനെ നമുക്ക് മലയാളത്തിൽ പറയാൻ കഴിയുള്ളൂ. അല്ല ജലാലിന്റെ ഒരു ഹക്കായ വ്യാഖ്യാനം പറയാൻ നമുക്ക് കഴിയൂല. അങ്ങനത്തെ ഭാഷ മലയാളത്തിലില്ല. പിന്നെ നമ്മക്ക് പറയും, ഉസ്താദ്മാർ പണ്ട് പറയും വളർമത്തരം, അള്ളാഹിന്റെ വളർമത്തരം. അത് അവനിപ്പോ വളർന്നുകൊണ്ടേ ഇരിക്കണോ എന്നൊരാൾക്ക് ചോദിച്ചാൽ അതിന് മറുപടി ഇല്ല. അള്ളാഹിന്റെ ഔന്നത്യം, പഴയ കാലത്തെ ജലാലിന്റെ അർത്ഥം അങ്ങനെ പറയാം. മനസ്സിലായി? ജല്ല ജലാലു, നമ്മൾ അള്ളാഹിന്റെ ഇസ്മ പറഞ്ഞാൽ സുബ്ഹാനഹു വ തആല, മനസ്സിലായില്ലേ? നമ്മൾ ജല്ല ജലാലു എന്ന് പറയും. അള്ളാഹു ജല്ല ജലാലു, മനസ്സിലായില്ലേ? അവൻ വലിയ ഔന്നത്യം പ്രാപിച്ചവനാണ്, ഉള്ളവനാണ് അള്ളാഹു. അപ്പോ അള്ളാഹു തആല പരിശുദ്ധ ബിസ്മി ഭൂമിയിൽ ഇറങ്ങിയ നേരത്ത് അള്ളാഹു തആല സത്യം ചെയ്തു. ഹലഫല്ലാഹു ബിസ്മി ഭൂമിയിൽ, കേട്ടോളൂ ഇനി പേക്കരുത്. അള്ളാഹു ബിസ്മി ഭൂമിയിൽ ഇറങ്ങിയ നേരത്തെ അള്ളാഹു തആല സത്യം ചെയ്തു. ബിഇസ്സതിഹി വജലാലിഹി, അള്ളാഹിന്റെ ഇസ്സത്ത് ജലാൽ കൊണ്ട് സത്യം ചെയ്തു. അല്ലാ യുസമ്മാ അലാ ശൈഇൻ, ഒരു വസ്തുവിന്റെ മേൽ ഈ ഇസ്മ ഒരാൾ പ്രയോഗിച്ചാൽ ഇല്ലാ ബാറക്കല്ലാഹു ഫീഹി, അക്കാര്യത്തിൽ അള്ളാഹു തആല ബറക്കത്ത് ചെയ്യും. ഇതാണ് നമ്മളെ അമ്മമാർക്ക് കിട്ടിയത്. നമുക്ക് എന്തോ കിട്ടി, അത് കിട്ടിയില്ല. ഒരു കാര്യത്തിൽ ബിസ്മി ചൊല്ലിയാൽ ആ കാര്യത്തിൽ എന്തുണ്ടാവും എന്ന് അള്ളാഹു തആല വെറുതെ ഒരു വാക്ക് പറഞ്ഞാൽ പോലും നമ്മളത് സ്വീകരിക്കണം. ഇത് അള്ളാഹ് എങ്ങനെ പറഞ്ഞതാണ്? സത്യം പറഞ്ഞ സത്യം ചെയ്ത് പറഞ്ഞതാണ്. അപൂർവമായിട്ടേ സത്യം ചെയ്യൂ, അപൂർവമായിട്ടേ സത്യം ചെയ്തു. സത്യം ചെയ്യും, പക്ഷെ അള്ളാഹു അല്ലാത്തിനെ കൊണ്ട് സത്യം ചെയ്യും. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്, ഈ ഗ്രാമത്തെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഒരു മഖ്ലൂക്കിനെ കൊണ്ടാണ് സത്യം ചെയ്തത്. വൽ ഫജ്രി, ഫജ്റിനെ കൊണ്ട് അള്ളാഹു സത്യം ചെയ്തു, തന്റെ മഖ്ലൂക്കിനെ കൊണ്ട്. പറഞ്ഞ് മനസ്സിലായ കുട്ടികളെ? അപ്പൊ ആ സൂറത്ത് മുഴുവനും ആ സത്യം ചെയ്തിട്ടാ പിന്നെ പറഞ്ഞ്. എന്നാലും ആ സത്യം ചെയ്ത സാധനം അള്ളാഹു ചെയ്ത സത്യമാണ്, വലിയ വിലയുള്ളതാണ്. എന്നാലും ഫജ്റാണ്. വലയാലിൽ അശ്ർ, അള്ളാഹിന്റെ മറ്റൊരു മഖ്ലൂക്കാണ്. വശഫഇ വൽ വത്ർ, അത് മഖ്ലൂക്കാണ്. വൽ അസ്ർ, അത് മഖ്ലൂക്കാണ്. അതേ സമയത്ത് ബിഇസ്സതി വജലാലി, മഖ്ലൂക്കിനെ കൊണ്ടല്ല സത്യം. ആരെ കൊണ്ട് തന്നെ? അള്ളാഹിനെ കൊണ്ട് തന്നെ. അല്ലാ യുസമ്മാ അലാ ശൈഇൻ ഇല്ലാ ബാറക്കല്ലാഹു ഫീഹി, ഏതൊരു വസ്തുവിലും ബിസ്മി എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന് എന്തുണ്ടാവും? ഉറപ്പ്. ഇത് അള്ളാഹു എങ്ങനെ പറഞ്ഞതാ? എങ്ങനെ പറഞ്ഞതാ? അള്ളാഹു പരമോനെ സത്യം ചെയ്തു എന്ന് പറഞ്ഞ പോലെ അള്ളാഹു തന്നെ കൊണ്ട് സത്യം ചെയ്തു പറഞ്ഞു. അപ്പൊ എന്തൊരു കാര്യത്തിലും തൊട്ടുകയാണെങ്കിൽ എന്ത് വേണം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആ ബോധം നിലനിർത്തും വേണം. ഒരു പീഡിയ തുറക്കാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മിഫ്താഹുൽ വഹിയ ഇലാ റസൂലില്ലാഹ്, റസൂലുള്ളാഹിന്റെ മിഫ്താഹുൽ വഹിയ, വഹിയ തുടങ്ങിയത് ബിസ്മിയുണ്ട്. പിന്നീട് പലവട്ടമുണ്ട്. ഒന്ന് മാത്രമല്ല,
ഓരോ സൂറത്തിറങ്ങുമ്പോഴും വേറിട്ട് ബിസ്മി ആരോധി കൊടുക്കും സയ്യിദ്നാ ജിബ്രീൽ അലൈഹിസ്സലാം. എല്ലാ സൂറത്ത് തൗബ ഒഴികെ. അതിൻ്റെതായ കാരണങ്ങളുണ്ട്. ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഇങ്ങനെ ഓതിപ്പോരിനിടയിൽ ഒരു ബിസ്മി എല്ലാ ആളുകൾക്ക് മനസ്സിലാവും. ആ സൂറത്ത് കഴിഞ്ഞപ്പോൾ പുതിയ സൂറത്ത് തുടങ്ങാണ്. മനസ്സിലായോ? പലവട്ടം നമ്മളെ ജീവിതത്തിൽ അങ്ങോട്ട് ആവർത്തിച്ച് കൊണ്ട് നടക്കുക. പണ്ട് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ദാരിദ്ര്യം ഒഴിവാകാൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല എന്നൊരാൾ 100 വട്ടം ചൊല്ലിയാൽ ഏത് മുസീബത്തും അല്ലാഹു അത് ദായിമാക്കിയ ആൾക്ക് അല്ലാഹു നീക്കി കൊടുക്കും. ലം തുസിബുഹു അവൻ എത്തുകയില്ല ഫാഖത്തുൻ ദാരിദ്ര്യം അബദൻ ഒരു കാലത്തും. ദിവസം എന്തിനാ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. സുഫ്വാൻ ഇബ്നു സുലൈമിൻ റളിയല്ലാഹു അൻഹു അപ്പൊ പറഞ്ഞു, ഈ ഹദീസ് മനസ്സിലായല്ലോ. ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു തൊട്ടാണ് ഈ മൗഖൂഫായ ഹദീസിന്റെ റിപ്പോർട്ടർ. അവരാണ് ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു. ഹബീബ് ബിസ്മി ഭൂമിയിലേക്ക് ഇറങ്ങിയ നേരത്ത് ചില പ്രത്യേക അവസ്ഥാവിശേഷങ്ങൾ ഭൂമിക്കുണ്ടായി. എന്നിട്ട് അല്ലാഹു തആല സത്യം ചെയ്ത് പറയുകയും ചെയ്തു, ഏതൊന്നിന്റെ മേൽ ബിസ്മി പ്രയോഗിച്ചോ അതൊന്നിൽ എന്തുണ്ടാവും? ബർക്കത്തുണ്ടാവും. അവരെ ഭാര്യയെ സമീപിച്ചപ്പോൾ ബിസ്മിയല്ലേ, ആ മക്കളൊക്കെ ഓൽക്ക് ഉപകരിച്ചു. ഇന്നതൊന്നും ഇല്ല. പിന്നെ അത് ന്യായവും ഇല്ല. പലതും ഒരു പെൺകുട്ടിയെ ഒരുത്തൻ കണ്ട് പറ്റിയാൽ നിക്കാഹിൻ്റെ മുമ്പ് തന്നെ ഇവരെ തമ്മിൽ അങ്ങാടിക്ക് വിടും. ഇനിയും പിന്നെ ബിസ്മിത്തിൽ എന്താ കാര്യം? ബിസ്മിലും കബറാവൂലേ? ഉണ്ടല്ലേ? അതിനൊന്നും ആർക്കും മടിയില്ല. അവിടേക്ക് എത്തി. നീ കുട്ടികൾ നിരീശ്വരവാദി ആയിട്ടില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. എന്താ ഈ പുതിയ തലമുറയിൽ മാത്രം ഇങ്ങനെ നിരീശ്വരവാദികൾ കൂടുന്നു? ഇവരൊക്കെ പണ്ട കാലത്തുണ്ടല്ലോ. നിങ്ങൾ ഇതേപോലെ നിരീശ്വരവാദി ആകാഞ്ഞു? എന്തുകൊണ്ട് നമ്മുടെ പുതിയ ആദാബുകളില്ല? കൊടുക്കണ ഭക്ഷണത്തിൽ ബിസ്മി എല്ലിട്ടില്ല. ഭാര്യ ഭർത്താവിനുമായി സമീപിച്ച ബിസ്മി എല്ലിട്ടില്ല. മോളെ കാണാൻ ചെല്ലുമ്പോൾ തുടങ്ങുന്നതാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാൽ അവളെ നോക്കി അപ്പോൾ തുടങ്ങുന്നതാണ് ബിസ്മി. മനസ്സിലാണ്ട് പറഞ്ഞത്. പിന്നെ അവളും ഇന്നത്തെ പുതിയ തലമുറക്ക് പ്രത്യേകിച്ചു. കാരണം അങ്ങനെ മക്കളെ വിട്ടുകൊടുത്തിട്ടില്ലെങ്കിൽ ആ കല്യാണം നടക്കൂല. നിക്കാഹിന്റെ മുമ്പ് തന്നെ ഈ പെൺകുട്ടിയെ വിട്ടുകൊടുത്തിട്ടില്ലെങ്കിൽ കല്യാണം നടക്കൂല. ഒരു അന്വേഷണം വരുമ്പോൾ ഞാൻ എൻ്റെ കുടുംബത്തിനും ബന്ധപ്പെട്ടവരൊക്കെ ആദ്യം പറയുന്ന വർത്താനം എന്താണെന്നറിയോ? നിക്കാഹ് കഴിച്ചാൽ സത്യല്ലേ? അതാ നല്ലതാണ്. അങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കണം. നിക്കാഹ് കഴിച്ചാൽ കല്യാണങ്ങൾ സൗകര്യത്തിൽ ചോറും കൂട്ടാനുണ്ടാക്കി എന്നെ സൗകര്യങ്ങൾ ചെയ്തോളൂ. എന്തുകൊണ്ട്? ഹറാമ പിന്നല്ലേ? അതോട് ഹറാം അവസാനിച്ചില്ല. മനസ്സിലായില്ലേ? പിന്നെ കൊണ്ടേക്കൂട്ടെ. നിക്കാഹ് കഴിഞ്ഞു, അവനും അവളും കൂടി പോയി ഊട്ടി പോയി. 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് പോയത്. 4 ആഴ്ച കഴിഞ്ഞാൽ വന്നാലാണ് ഒന്നുകൂടി 2 വട്ടം അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ ആയിക്കോട്ടെ. എന്താ 2 ആഴ്ച എന്ന് പറഞ്ഞപ്പോൾ മടങ്ങി വന്നപ്പോൾ 4 ആഴ്ചയായി. അൽഹംദുലില്ലാ. ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ അവരുടെ ശരീരം തമ്മിൽ തൊട്ടാൽ അവിടെ 3ാമത്തെ ഒരു കാര്യം ഉണ്ടാകുന്നത് അള്ളാന്റെ റഹ്മത്താ. മനസ്സിലായില്ലേ പറഞ്ഞത്? ഒരു ഭർത്താവ് ഭാര്യയെയോ ഭാര്യ ഭർത്താവിനെയോ സന്തോഷത്തോടെ നോക്കിയാൽ അവിടെ അള്ളാഹുവിന്റെ റഹ്മത്തും ഇരിക്കും. 2 ആഴ്ച 4 ആഴ്ച കഴിയേണ്ട കഴിഞ്ഞല്ലോ. നാട്ടുകാരെ ചോറല്ലേ? നാട്ടിലിപ്പോൾ ചോറ് കൂടിയിട്ട് കൊളസ്ട്രോൾ ആയിരിക്കുക. ഞാൻ എപ്പോഴും എൻ്റെ കുടുംബത്തിൽ ഒരു കല്യാണം വന്നാൽ ഞാൻ പറയും വേഗം നിക്കാണ് നമുക്കത്. മാത്രമല്ല മുസ്തഫ നബി പറഞ്ഞിട്ടുണ്ട്, ഒരു ആണിനും പെണ്ണിനും തമ്മിൽ യോജിച്ച് നടപ്പിലാക്കാവുന്ന ഒരു അവസ്ഥ നിങ്ങൾ എത്തിയാൽ നിങ്ങൾ വേഗം പിന്തിപ്പിക്കണം. ഭക്ഷണം ആയാൽ കഴിക്കാൻ നേരം വൈകരുത്. ഇഖാമത്ത് കൊടുത്താൽ നിസ്കാരം തുടങ്ങാൻ നേരം വൈകരുത്. പെൺകുട്ടിക്ക് ഒത്ത ഭർത്താവ് വന്നാൽ നിക്കാഹ് കൊടുക്കാൻ നേരം വൈകരുത്. 3 കാര്യത്തിന് നേരം വൈകാൻ പാടില്ല. പറ 3 കാര്യത്തിന് നേരം വൈകാൻ പാടില്ല എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. 1, ഭക്ഷണം എത്തിയാൽ
കഴിക്കാൻ നേരം വൈകരുത്. ഇഖാമത്ത് കൊടുത്താൽ നിസ്കരിക്കാൻ നേരം വൈകരുത്. ഒരു പെണ്ണിന് അനുയോജ്യനായ ഭർത്താവിനെത്തിയാൽ നിക്കാഹ് കൊടുക്കാൻ നേരം വൈകരുത്. നിക്കാഹ് കൊടുക്ക്. പിന്നെ ഒരു ഹലാലും ഹറാമുമില്ലല്ലോ, പിന്നെ ഒക്കെ ഹലാലല്ലേ. മനസ്സിലാവേണ്ടി പറഞ്ഞത്. അപ്പൊ ഇന്നത്തെ കാലത്ത് അതൊന്നും ഇല്ല. നിക്കാഹ് പോലും ചെയ്യാതെ ഈ കുട്ടിനെയും കൊണ്ടുപോകുന്ന, ആ കുട്ടിയെ കൈ പിടിച്ച് നടക്കുന്ന ഇന്നത്തെ ആധുനിക യുവാക്കൾക്ക് പിന്നെ എന്ത് വിസ്മി? അവരെ മക്കൾ ഇനി നിരീശ്വരവാദി അല്ലാതെ എന്താകാനാണ്? ഇനി അവരെ മക്കളെ കൂട്ടത്തിൽ ഇനി ദീനിൽ അവരെ മക്കളെ കൂട്ടത്തിൽ ഒരുത്ത മൂല്യരായ ദീൻ പൊളിക്കല്ലാതെ ഓൻ എന്താ ചെയ്യാനുള്ളത്? അതും പറയും. അവൻ പറഞ്ഞാണ് മൂല്യരായി ബാപ്പന്മാരെ കണ്ടപ്പോൾ കാണുമ്പോൾ മാനെ കാണേണ്ട രൂപത്തിൽ ബെഡ്റൂമിൽ മാനെ കാണുമ്പോൾ വിസ്മയിൽ നടന്ന് മുത്തനബി പറഞ്ഞിട്ടില്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം? അല്ലാതെ ആണ് ഈ കുട്ടി ഉണ്ടായത്. പിന്നെ ഒരു രംഗത്തും ഉമ്മയും ബാപ്പയും തമ്മിലൊരു പ്രായശ്ചിത്തം വരെ ഉണ്ടായിട്ടില്ല, വിസ്മയം അടങ്ങിയിട്ടില്ല. എങ്കിൽ ഈ കുട്ടിനെ നമ്മൾ മൂല്യരാക്കിയാൽ ഓൻ എന്താ ചെയ്യാനുള്ളത്? പറയടോ, ഓൻ എന്താ ചെയ്യാനുള്ളത്? ദീൻ പൊളിക്ക അല്ലാതെ എന്താ ചെയ്യാള്? ചേകനൂരിന്റെ പണി അല്ലാതെ എന്താ ചെയ്യാള്? അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. മുത്താലിമീങ്ങളെ പണിയല്ല എടുക്കുക. ഇനി ആലിമായി വന്നാലോ നാടും നാശവും. ഓനൊരു വേദം പറഞ്ഞാൽ നാട്ടിൽ തല്ലുണ്ടാവും. എന്താ കാരണം? ചെയ്തിട്ടില്ല ഒരു കാര്യത്തിന്മേൽ ബിസ്മിയല്ലാൽ. അപ്പൊ നീ നിന്റെ ഭാര്യയിലേക്ക് പ്രവേശിച്ചു, അപ്പൊ ഈ എന്ത് ചെയ്തു? ബിസ്മിയല്ലാൽ അള്ളാഹ് സത്യം ചെയ്ത് പറഞ്ഞിട്ടില്ലേ? എന്തിന്മേൽ ഒരു ഹലാലായ സാധനത്തിന് ബിസ്മി എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ എന്റെ ഇസ്സത്താണേ സത്യം. അതിൽ എന്തുണ്ടാവും? ഞാൻ ബറക്കത്ത് കൊടുക്കുന്ന അള്ളാഹ് പറഞ്ഞിട്ടില്ലേ? അള്ളാഹിനെ കൊണ്ട് തന്നെ സത്യം ചെയ്ത് പറഞ്ഞിട്ടില്ലേ? അതൊക്കെ നഷ്ടപ്പെട്ടു പോയി. അള്ളാഹു തആല നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ എന്ന് ഇമാം അബൂ നുഐം റളിയല്ലാഹു അൻഹു ദൈലമി തങ്ങളും രേഖപ്പെടുത്തിയ ഒരു ഹദീസ് ആയിഷ ബിവിയെ തൊട്ട് റളിയല്ലാഹു അൻഹ ഖാലത്ത്, ആയിഷ ബിവി പറയാണ്, ലമ്മാ നസലത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആയത്ത് ഭൂമിയിൽ ഇറങ്ങിയപ്പോൾ ലജ്ജത്തിൽ ജിബാലു, പർവ്വതങ്ങളെല്ലാം അതിന്റെ തസ്ബീഹിന്റെ ശബ്ദമെടുത്തു. ചില പ്രത്യേകമായ മൂളല് ചില പർവ്വതങ്ങളുടെ ഭാഗത്തു നിന്നെല്ലാം ചില മൂളലുകൾ പ്രത്യക്ഷപ്പെട്ടു. ഫഖാലു, അപ്പോൾ മക്കക്കാർ പറഞ്ഞു, സഹറ മുഹമ്മദുൽ ജിബാല, മുഹമ്മദ് ഇപ്പോൾ പർവ്വതങ്ങൾക്കും സിഹർ ചെയ്തു സല്ലല്ലാഹു അലൈഹി വസല്ലം. ചില പ്രത്യേകമായ ഒരു മൂളല് പർവ്വതങ്ങളിൽ നിന്നുണ്ടായി. അപ്പോൾ അവർ പറഞ്ഞു മുഹമ്മദ് സിഹർ ചെയ്തു. അപ്പോൾ മക്കക്കാരുടെ മേൽ ഒരു പ്രത്യേകമായ ഒരു പുകയുടെ മേഘം മൂടി. ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, മൻ ഖറഅ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മൂഖിനൻ സബഹതു മഅഹുൽ ജിബാലു ഇല്ലാ അന്നഹു ലാ യസ്മഉ ദാലിക മിൻഹാ. ഒരാള് എനിക്കിതിൽ ബറക്കത്തുണ്ടാവും, നേട്ടമുണ്ടാവും എന്ന് ഉറപ്പിച്ച്, അള്ളാഹുവിൽ ഉറപ്പിച്ച് ഒരാൾ ബിസ്മി ചൊല്ലിയാൽ അവനോട് കൂടെ തസ്ബീഹ് ചൊല്ലും ആര്? പർവ്വതങ്ങൾ പോലും. ഇതുപോലെ ഒരാൾ അള്ളാഹിനെ വിചാരിച്ച് ബാങ്ക് കൊടുത്താൽ ആ ബാങ്ക് കേൾക്കുന്ന ഹജറും ഷജറും എല്ലാം എന്ത് പറയും? നിനക്ക് ഞാൻ പരലോകത്ത് സാക്ഷിയാണ് കേട്ടോ. നമ്മൾ കേട്ടിട്ടില്ലെങ്കിലും അങ്ങനെ പറയും. അവർ സാക്ഷിയാവും ചെയ്യും. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. അള്ളാഹിനെ വിചാരിച്ച്, മനസ്സിലായില്ലേ? അള്ളാഹിനെ വിചാരിച്ച ഒരാൾ ബാങ്ക് കൊടുത്താൽ ആ മനുഷ്യന്റെ മേൽ സാക്ഷിയാവും. ഹജറും ഷജറും എല്ലാം സാക്ഷിയാവും. അപ്പോൾ മൻ ഖറഅ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മി ചൊല്ലിയിട്ട് അടുപ്പത്തിൽ ഭക്ഷണം വെക്കുമ്പോഴൊക്കെ ഉമ്മാമാര് പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മളറിയാതെ എന്തെങ്കിലും വല്ല വിഷവും അതിൽ കയറിയിട്ടുണ്ടെങ്കിൽ അത് പോയിക്കോട്ടെ. ഞാൻ കേട്ടിട്ടുണ്ട്. ബിസ്മിയല്ലി മധുരം കഴിക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ ബിസ്മിയല്ലി കഴിച്ചാൽ മതി. നമ്മളിനെ കളിയാക്കണ്ട. ഒരിക്കൽ ഷുഗറാണ്. രോഗത്തിന് മുഴുവൻ അടിസ്ഥാനം എന്താ? ഉറഫ്. ആരോഗ്യത്തിന് അടിസ്ഥാനം എന്താ? ഹിമ്മത്ത്. കൂടുതൽ വർത്തമാനം പറയേണ്ട ആവശ്യമില്ല. അതായത് മനോദുർബലതയാണ് രോഗങ്ങളുടെ ബേസ്മെന്റ്.
മനക്കരുത്താണ് ആരോഗ്യത്തിന് അടിസ്ഥാനം. വയസ്സ് മുതൽ എനിക്ക് ഷുഗറുണ്ട്. 58 ഗുളി കുടിച്ചിട്ടില്ല, കുടിക്കൂല. മരിച്ചാലോ എൻ്റെ ഡേറ്റ് മരിച്ചു, ഗുളിക തന്ന് മരിച്ചില്ല. ഷുഗർ കേൾക്കില്ലേ, പള്ളർച്ചയ്ക്കില്ല. പഞ്ചസാര എനിക്കിഷ്ടമല്ല. എന്തുകൊണ്ട്? അത് അസല് ഷുഗറല്ല, അത് കെമിക്കലാണ്. പരമാവധി ഒഴിവാക്കും, പരമാവധി ഒഴിവാക്കും, പരമാവധിൻ്റെ പരമാവധി ഒഴിവാക്കും. എന്താ നോമ്പറക്കൽ? ഫ്രൂട്ട്സ് ഭക്ഷണമൊക്കെയില്ല. അള്ളാഹുവിൻ്റെ ഞാമത്താണ്. ഒരു ദിവസം ഒരു വട്ടമെങ്കിലും തേൻ കഴിക്കും. എന്തുകൊണ്ട്? തേൻ കഴിച്ചാൽ ഷുഗർ കൂടിക്കോട്ടെ. എന്തുകൊണ്ട്? എൻ്റെ റബ്ബ് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ല? അലൈക്കും ഷിഫ. ഇനി ഷിഫയുള്ള 2 കാര്യം എന്നും ഉപയോഗിക്കണം. ബിൽ ഖുർആനോ ബിൽ അസൽ. എന്നും ഖുർആൻ ഓതണം, എന്നും തേൻ കുടിക്കണം. 1 ടീസ്പൂൺ എന്നും തേൻ കുടിക്കണം. തേനാകണം. തേനായി പഞ്ചസാര കലക്കിക്കൊണ്ടിരുന്നത്. തേനിന് 1000 രൂപ കൊടുക്കണം. 1 ലിറ്ററിന് 100 രൂപ കിട്ടും. നിലമ്പൂര് കാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന തേൻ എനിക്ക് കിട്ടും. ഞാൻ നിലമ്പൂരിന്നല്ലേ, രാമപകരം നിലമ്പൂരാ. എനിക്കായതുകൊണ്ട് 900 രൂപ വരും. തേമാവും 1 സ്പൂണ് തേൻ കുടിക്കാത്ത ദിവസം ഉണ്ടാവില്ല. 40 വയസ്സുള്ള ഷുഗറാണ്. അതല്ലോ മനസ്സിലായി. ഫീഹി ശിഫാഉൽ ലിന്നാസ്. ഖുർആന ഫീഹി ശിഫാഉൽ ലിന്നാസ് ലിൽ മുസ്ലിമീനാന്നും അല്ല. ഫീഹി പറയേ, ഫീഹി ശിഫാഉൽ ലിന്നാസ്. അതിൽ മനുഷ്യ കുലത്തിന് മുഴുവനും ശിഫയുണ്ട്. ഞാൻ കുടിക്കാക്കണം. തേൻ കുടിച്ചോണ്ട് ഹിമ്മത്ത് വേണം. എൻ്റെ റബ്ബ് എത്തിയേ വരുള്ളൂ. എൻ്റെ റബ്ബ് കുടിക്കാൻ പറഞ്ഞാണ്. എന്ത്? തേൻ. തേൻ കുടിക്കാറ കള്ളു കുടിക്കണ മതി. അങ്ങനെ ഒരു സ്പൂൺ 1 ടീസ്പൂൺ എന്നും കുടിക്കും. എങ്ങൾക്ക് തെളിവ് പറഞ്ഞുതരാം. നിങ്ങൾ ഇപ്പം എൻ്റെ ബാഗ് അങ്ങേ മുറിയിലുണ്ട്. ആ അവിടെ നിങ്ങൾ പോയിട്ട് ആ ബാഗിന് ആവശ്യമില്ലണ്ട, നിങ്ങൾ പോയി എടുക്കി. തേനുണ്ടാവും. എൻ്റെ ബാഗിൽ സദാസമയം 2 സാധനം ഉണ്ടാവും. 1 സംസം വെള്ളം ഉണ്ടാവും, 1 തേനുണ്ടാവും. കൊല്ലങ്ങളായി റബ്ബിൻ്റെ സഹായത്താൽ എനിക്ക് ശിഫയാണ്. അള്ളാഹു നമുക്ക് ശിഫ തരട്ടെ. ഞാൻ വലിപ്പത്തിനെ പറയല്ല, അള്ളാഹുവിനെ പറ്റി പറയാണ്. ഇത് അള്ളാഹിനെ പറ്റിയാണ്. ഈ എന്തിനാ ഒരാൾ പറഞ്ഞ് വിശ്വസിക്കുന്നത്? ഫീഹി ശിഫാഉൽ ലിന്നാസ്. 4 പറഞ്ഞിട്ടുണ്ട്. അള്ളാഹിനേക്കാൾ വലിയതാണ്ടാ ഈ ഡോക്ടർ. ഇത് മുസ്ലിമല്ലേ? പറഞ്ഞ മനസ്സിലാവല്ലോ മക്കളെ. അള്ളാഹ് പറഞ്ഞ എന്താ? അതിൽ നിനക്ക് ശിഫുണ്ട്. ഇങ്ങനെ കളകളാറും കുടിക്കണ്ട, 1 സ്പൂണെങ്കിലും കുടിച്ചണം. അള്ളാഹ് പറഞ്ഞ എന്താ പറയാ? അള്ളാഹ് പറഞ്ഞ എന്താ? ശിഫുണ്ട്. ആ ശിഫുണ്ട്. ശിഫുണ്ട്. തേൻ കുടിച്ച് നോക്ക്. ഷുഗർ വേണം, ഹിമ്മത്ത് വേണം. ലോകത്ത് ഈ മൂക്കനൻ എന്ന വാക്കുമല്ലാണ് ഞാനത് പറഞ്ഞത്. നിങ്ങൾ ബിസ്മിയിൽ മൂക്കനാണ്, ഉറപ്പ് വേണം, ഒരു യക്കീൻ വേണം. എൻ്റെ റബ്ബിനെ സംരക്ഷിക്കും. എന്തിനു പിടിക്കുന്നത്? ആകാശമൊക്കെ പൊളിഞ്ഞു, അൽഹംദുലില്ലാ, പൊളിഞ്ഞോട്ടെ. ഇനി നമുക്ക് മേലെ അപ്പം എന്താ ബേജാറണ്ട, കുറച്ച് പൊളിഞ്ഞു കിടക്കട്ടെ. എന്താണ് ഈ ലോകത്തൊന്നും നീ പഠിക്കണ്ട. നീ മോമിനല്ലേ? നിനക്ക് ആരുണ്ട്? അല്ലല്ലേ? ദോഷിയാണ്, ദോഷിയാവുമല്ലോ. ദോഷിയാണല്ലേ? എന്തേ? അള്ളാഹിനോട് നാടന്മാർ വർത്താനം പറയുമ്പോൾ അള്ളാഹിനോട് വർത്താനം പറയണം. അള്ളാഹ് ഞാൻ ദോഷിയാണ്, ഞാൻ ദോഷിയാവുമല്ലോ. പിന്നെ ദോഷിയായി പഠിച്ചല്ലേ? മനസ്സിലായില്ല? അങ്ങനെയാണല്ലോ. ഞാൻ മനക്കാണെങ്കിൽ ദോഷം ചെയ്യില്ലല്ലോ. ചിന്ന മനസ്സിലാക്കി. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ദോഷം ചെയ്യും. എനിക്ക് വികാര വിചാരങ്ങളുണ്ട്. നിങ്ങൾ അള്ളാഹിനോട് പറയണ്ട. എന്താ പറയടോ? അള്ളാഹിനോട് പറയണ്ട. ഞാൻ ദോഷം ചെയ്തു. കാരണം ഞാൻ ആരാണ്? മനുഷ്യനാണ്. ദോഷം ചെയ്തിട്ടുണ്ട്, ശരിയാണ്. അള്ളയും പറഞ്ഞത് വക്കാനു യുസിറൂന അലൽ ഹിൻസിൽ അളീം.
തെറ്റ് ചെയ്യലല്ല, തെറ്റിന്മേൽ നിലനിൽക്കലാണ്. അള്ളാഹ് എന്നുള്ള ബോധം ഉണ്ടെങ്കിൽ നിലനിൽക്കൂല. അതിൻ്റെ അള്ളാഹ് ഇഷ്ടമില്ലാത്തതാണ്. ഞാൻ അബദ്ധം പറ്റിപ്പോയി, അതാർക്കും പറ്റും. നമ്മൾ അള്ളാഹിനോട് ദ്വാരക്കുമ്പോൾ എങ്ങനെ ദ്വാരക്കുണ്ട്? ഒറ്റക്കുള്ള ദ്വായ എന്ന് പറഞ്ഞാൽ നാടന്മാരോട് പറയുമ്പോൾ പറയണം, പടച്ചോനെ ഞാൻ തെറ്റിയതു, എന്തുകൊണ്ട്? ഞാൻ മനുഷ്യനാണ്. പിന്നെ റഹ്മാനുമാണ്, റഹ്മാനും റഹ്മാനപ്പോൾ ഞാൻ ഉറപ്പിച്ചു പുറത്തിട്ടിരിക്കുന്നു. ഒരുത്തനെ ഞാൻ മുഴുവൻ ഞാൻ ഒരു തെറ്റും ചോദിക്കില്ല. ഞങ്ങളോട് പറയാണ് പുറത്ത് തരുന്ന വർത്താനുണ്ടാവില്ല. അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ ആരെ തെറ്റിയ പറ. അപ്പം നേരെ ഉറപ്പിച്ചോനല്ലേ തെറ്റിയുള്ളൂ. നമ്മൾ സ്വർഗം ഉറപ്പിച്ചാണ് തെറ്റിയത്. അത് അബദ്ധാണ്. ഈ അബദ്ധത്തിന് എന്താ ഷഹുവത്തും കിടന്നുപോയി. നിങ്ങളിന്റെ കൂടെ ഇല്ല. ഷഹുവത്ത് മുൻകടക്കുമ്പോഴും ഇവന് ഉറപ്പുണ്ട്. ആരില്? അള്ളാഹുവില്. ഒക്കെ നല്ല തല കൊടുത്ത് മനസ്സിലാക്കണം. നമ്മൾ മനുഷ്യന്മാരല്ലേ, തെറ്റിയില്ലോ. എന്റെ ശഫാഅത്ത് ഏറ്റവും വൻദോഷങ്ങൾ ചെയ്തവർക്കാണ്. എങ്ങനെയുണ്ട്? മനസ്സിലായില്ല? എന്റെ ശഫാഅത്ത് ആയിരിക്കാം. എന്റെ മറ്റിൽ വൻദോഷം ചെയ്തവർക്ക് ഞാൻ ശഫാഅത്ത് ചെയ്യും. ഒരു വൻദോഷം ചെയ്തതിന്റെ ഒരു മനുഷ്യന്മാരിച്ച് ശഫാഅത്തി പറ. എന്റെ ശഫാഅത്ത് ലി അഹ്ലിൽ കബാഇരി മിൻ ഉമ്മത്തി, എന്റെ സമുദായത്തിൽ വൻദോഷം ചെയ്ത ആളുകൾക്കാണ്. അവർക്ക് ഞാൻ ശഫാഅത്ത് ചെയ്യേണ്ടി വരും. ശഫാഅത്ത് ചെയ്ത് കൊടുക്കും. വൻദോഷം എന്തല്ല എവിടുന്ന? അപ്പോ ഇയാളെ ക്ലാസ്സിൽ വന്നിട്ട് ഉള്ള ഈമാനും പോകും. ചെറുദോഷം എടാ ഉള്ളുടുക്കുമ്പോ പോയി ഒരവിചാരിതമായി കണ്ട കണ്ണ് കണ്ടതും ചെവി കേട്ടതും ഒക്കെ എന്തും അത് തന്നെ പോവും. ആ ചൂടുത്ത പോലെ കെബീറത്ത് പോവില്ല. അത് റസൂൽ ഷഫാഅത്ത് ചെയ്യും. ഇത്ര വലിയ മുസ്ലിമായിട്ട് എന്റെ തെറ്റിയത്, ഞാൻ തെറ്റിയത്, ഞാൻ മനുഷ്യനാണ്. നമ്മൾ വിചാരിക്കുന്നത് പിന്നെ ഒന്നും ചെയ്യാൻ പാടില്ല. ഒരുത്തനെ ഒരു ചെറിയ കുട്ടീനെ പിടിച്ചിട്ട് ദർസ് കൊണ്ടേയാക്കി. പിന്നെ അതിന് നീളം കുപ്പായ ഒരു തലക്കെട്ട് വെച്ച് കൊടുത്താൽ അതോടുകൂടെ പിന്നെ നാട്ടിൽ മനസ്സിലാക്കണത് ഇത് മലക്കാണെന്നാണ്. ഇതിൻ്റെ ഒന്നും പറ്റുക മൂല്യന്മാര് കാട്ടുന്ന കുതിര വിടല്. പിന്നെ അതാ പറയാം, അത് എൻ്റെ കുട്ടിയാണ്, അല്ല എൻ്റെ മുത്തപ്പാൻ്റെ കുട്ടിയാണ്. 1:30 വരെ സ്കൂളിലെ മൈതാനത്ത് കൂടി കുതിര വിടേന്, ഇന്നോം പള്ളിക്ക കൂടി കുതിര വിടും. ഇതിന് പേരെ എന്താ കിട്ടി? ഇതിനുള്ള മലക്കാക്കിയോ? ഇതിന് പേരെന്താ കിട്ടിയേ? ഒരു നീളം കുപ്പായം കിട്ടി, ഒരു തലക്കെട്ടും കിട്ടി. ഇതുവരെ നിങ്ങൾ ടൗസറിട്ടാണ് കുതിര വിടും, നീ നീളം കുപ്പായിട്ട് കുതിര വിടും. സത്യാണോ അല്ലേ? മനുഷ്യന്മാർക്ക് എന്തായെന്നറിയോ? പള്ളിന്റെ റോഡ് പൊട്ടിച്ചിട്ട് ദർസ് മുടങ്ങിയിട്ടുണ്ട്. ഈ കോഴിക്കോടില്ലേ ദർസ് പിടിച്ചിട്ട് എന്തേ ഒരു കുട്ടി പള്ളിന്റെ ഓട് പൊട്ടിച്ചു, കമ്മിറ്റി പിടിച്ചിട്ടു. കൊല്ലക്കണക്കിന് ദർസത്യ മൂല്യരെ ഈ കോഴിക്കോടില്ലേ എനിക്കറിയാം. ഞാനോ കുറ്റം പറയില്ല. ഒരു നോട്ടം അങ്ങനെയാണ്, അത് ശരിയല്ല നോട്ടം. മനുഷ്യ ഷഫാഅത്തി ഈ മനുഷ്യന്മാർക്ക് എന്താ പറ്റാത്തത്? അബദ്ധം പറ്റും. സ്വഹാബി വ്യഭിചരിച്ചു. ആ സ്വഹാബിക്ക് എന്നുവെച്ചു എന്റെ സ്വഹാബി നക്ഷത്രങ്ങൾ പോലെയാണ്. നിങ്ങളെന്റെ കൂടെ അല്ല. സ്വഹാബി വ്യഭിചരിച്ചു. റളിയല്ലാഹു അൻഹു മാഇസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു വ്യഭിചരിച്ചു. ഞാൻ തെറ്റണ്ട, വ്യഭിചരിച്ചു. മാഇസ് റളിയല്ലാഹു അൻഹു ഉറക്ക എന്തിനാ ഉറക്കതാണ്. ലഖദ് താബ തൗബതൻ ലൗ ഉൻസിലത് അലാ അഹ്ലിൽ മദീന ലവസഅത്. എന്റെ മായിസ് ചെയ്ത തൗബയെങ്ങാനും മദീനയിലേക്ക് ഇറക്കിയാൽ മദീനക്കാർ ചെയ്ത മുഴുവൻ കുറ്റത്തിനും ആ തൗബ ഒറ്റ തൗബ മതി. ആ ജാതി തൗബയാണ് ആര് ചെയ്തത്? മായിസ്. ഹബീബായ നബി പറഞ്ഞു, സ്വർഗ പൂന്തോപ്പിൽ വിശ്രമിക്കാണ് എന്റെ മായിസ്. തെറ്റേതു, മനുഷ്യനാണ്. പക്ഷെ എന്തല്ല, ഒരു അബദ്ധാണത്. എന്നും ചെയ്യല്ല, കരുതി കൂട്ടി ചെയ്യുമല്ല, മനുഷ്യനാണ്. ഷഹ്വത്ത് മുൻകടന്നു പോയി. അത് നീയത്ത് ചെയ്യണ്ട. ഇനി ഒരു വട്ടം എനിക്ക് മുൻകടന്നോട്ടെ എന്ന് വിചാരിക്കണ്ട.
അങ്ങനെയൊക്കെയുള്ള മസല ഉണ്ടെങ്കിൽ ഉസ്താദെ ഒരു വട്ടം നമ്മളത് മുൻകടക്കട്ടെ, അങ്ങനെ വിചാരിക്കണ്ട. അതല്ലത് തെറ്റിയാ നിയത്തിയത് അള്ളാഹു തആല ഒഴിവാക്കും. അബദ്ധത്തിൽ ചെയ്തു പോയി, മനുഷ്യനാണ് ചെയ്തു, എന്ത് പറയും? റബ്ബേ ഈ റബ്ബാണ്, ഈ പരിശുദ്ധനാണ്, ഞാൻ മോശപ്പെട്ടവനാണല്ലോ. ഞാൻ എന്തേ മോശപ്പെട്ടവനായത്? ഇസ്ലാമായതുകൊണ്ട്. ഗഫൂറാണ്, ഇത് പൊറുക്കുന്ന, ഏറെ പൊറുക്കുന്നവൻ. ഗഫൂർ എന്ന വാക്കിനെന്താ? ഏറെ പൊറുക്കുന്നവൻ അല്ലേ? അതല്ലേ അർത്ഥം? ഗാഫിർ എന്നുമുണ്ട്, ഗഫാർ എന്നുമുണ്ട്, ഖുർആനിൽ തന്നെ ഗഫൂർ എന്നുമുണ്ട്. എന്താ ഗഫൂറിന്റെ അർത്ഥം? ഏറെ പൊറുക്കുന്നവൻ. ഒറ്റ കൊടാനക്കോടി തെറ്റുത്തരം മതി. അല്ലാ വേണ്ട, കഴിഞ്ഞു, നമുക്കൊക്കെ പുറത്തേറ്റ്. അതുകൊണ്ടൊന്നും അവനാൻ്റെ യക്കീൻ വിട്ടുപോരുത്, യക്കീൻ നിൽക്കണം. അല്ലാതെ അങ്ങനത്തെ ആയത്തില്ലല്ലോ. മുഅ്മിനീങ്ങളെന്നാൽ അള്ളാഹ് എന്ന് പറയുമ്പോഴത്തേന് ഹൃദയം പടക്കുന്നവരും ആയത്ത് കേൾക്കുമ്പോൾ ഈമാൻ കൂടുന്നവരും തെറ്റ് ചെയ്യാത്തവരുമാണ്. അങ്ങനെ ഉണ്ടോ ആയത്ത്? പറയും മനുഷ്യന്മാരെ? ഇല്ല. ഉള്ളതൊക്കെ ചെയ്യുന്നിട്ട് എന്താ അവസാനത്തെ ആയത്ത്? ഇല്ല മൻ താബ. ഇതൊക്കെ ചെയ്താൽ തൗബ ചെയ്താൽ മതി. വആമന വഅമില അമലൻ സാലിഹൻ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്തിൻ വകാന അല്ലാഹു ഗഫൂറർ റഹീമ. നമുക്ക് പുറത്തേറ്റെ, അള്ളാഹ് നമുക്കൊക്കെ പുറത്തേറ്റെ, എല്ലാവർക്കും അള്ളാഹു തആല പുറത്തേറ്റെ. അള്ളാഹുവിനെ അള്ളാഹു ഇഷ്ടം. ഒറ്റ പേരും യഖീൻ വന്ന് വിടരുത്, യഖീൻ. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ അടിസ്ഥാന ഹിമ്മത്ത്, ഹിമ്മത്ത് തന്നെ, ഹിമ്മത്ത് വേണം. ളുഫാണ് രോഗം, ഹിമ്മത്താണ് ആരോഗ്യം. നിങ്ങൾ ഒരു ദിവസം രാവിലെ എണീക്കുമ്പോൾ നിങ്ങൾ രാവിലെ എണീറ്റില്ല, നിങ്ങൾ സുബഹി നിസ്കരിച്ച് അവർ അതൊക്കെ കഴിഞ്ഞ് ഒന്ന് ലേശം നേരം കിടന്ന് 9 മണിക്ക് ക്ലാസ് തുടങ്ങും. അപ്പോൾ ഭാര്യ 7:30 നിങ്ങളെ വിളിച്ചു, നിങ്ങൾ ക്ലാസ്സിന് പോണില്ലേ? എന്താ എനിക്ക് വയ്യ, അന്ന് ക്ലാസ്സിന് വരില്ല. നേരെ മറിച്ച് പോണല്ലോ എന്ന് എണീറ്റാലോ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഒന്ന് നിങ്ങൾ ഹിമ്മത്തിലൊരുങ്ങണം. ഇല്ലെങ്കിലോ പോകാനായിട്ട് കഴിയൂല. നാളെയും പോയില്ല, മറ്റന്നാൾ പിന്നെ ആ ക്ലാസ്സും മുടങ്ങി. പിന്നെ അതിനെപ്പറ്റി 4 ആൾ ചോദിച്ചാൽ മൂപ്പരിന് എത്ര തോന്നിയത് വിളിച്ചാൽ എന്താ കാരണം? നിന്റെ വൈഫ് പിന്നെ എന്തെങ്കിലും ന്യായം ഉണ്ടാക്കണമല്ലോ.